ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 21 ഭർത്താവ് നാട്ടിൽ എത്തിയപ്പോൾ തൻ്റെ ഭാര്യയെ കാണാനില്ല. ഭർത്താവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ശരിക്കും പ്ലാനിങ്ങോടുകൂടിയാണ് ഈ സ്ത്രീ ഒളിച്ചോടിപ്പോയത്. സ്ത്രീ 13 പവനോളം സ്വർണവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് അവർ ഒളിച്ചോടിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ആസൂത്രിതമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. അവൻ്റെ പേര് അവനെ അറിയപ്പെടുന്നത് നായ്ക്കാട്ടം റാഫി എന്നാണ്. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ എന്തുമാത്രം ഒരു പ്രവാസിയെ പറ്റിച്ച് ഒരുത്തി ഇറങ്ങിപ്പോയതല്ല, നമ്മൾ കണ്ടതാണ്. ഇപ്പം കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണ് ഇറങ്ങിപ്പോയത് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ കൂടെ, സ്വന്തം നാട്ടിലുള്ള ഒരുത്തിൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. വേറൊന്നുമില്ല, ഈ ഷഹലായെ പോലെയുള്ള ആളുകളെ വെറുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. വേറൊന്നുമല്ല, വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ കുറേ ആളുകളിലേക്ക് എത്തും. ഇനി ഇതുപോലൊരു ഷഹലായും ഉണ്ടാവരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറേ ആളുകൾ കാണും, ഓരോ കുടുംബങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതൊക്കെ കണ്ടിട്ടെങ്കിലും സമൂഹത്തിന് മുമ്പിൽ നാറും ചീഞ്ഞളിയും അളിഞ്ഞ് കെട്ട സ്മെല്ലടിച്ച് ജീവിക്കേണ്ടി വരും എന്നെങ്കിലും ഓർത്തുകൊണ്ട് ഇതുപോലുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ആളുകൾ കാണും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മളെയൊക്കെ വീഡിയോസ് കണ്ടിട്ടെങ്കിലും അവർ നന്നായെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് 4 പേരിൽ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. എല്ലാവരും അതുകൊണ്ട് വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്കും കൂടെ ചെയ്യണം. ഇവിടെ ശാലായ ഒന്നാലോചിച്ച് നോക്കുക, ഈ ശാലായ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ന്യായീകരിക്കായിരുന്നു. ഇവളെ വീട്ടിലോട്ടാണ് പോയെങ്കിൽ നമുക്ക് അന്തസ്സോടുകൂടി പറയായിരുന്നു ശകല ചെയ്ത് ശരി, ശകലാക്ക് അവിടെ ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് പോയെന്ന് പറയായിരുന്നു. ഇവിടെ ഇവനിൽ നിന്ന് കിട്ടാത്ത കുറേ സുഖ സൗകര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് വേറെ ഏതോ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിക്കണം, ഇവിടെ 2 കുടുംബങ്ങളാണ്. അവൻ നശിപ്പിച്ചതും ഇവള് നശിപ്പിച്ചതും അവിടെ 3 പിള്ളേരെ ഭാവി, 3 പിള്ളേരെയും പിന്നെ ഈ ശകലാടെ കുഞ്ഞിൻ്റെയും ഇത്രയും ഈ 4 മക്കളെ ഭാവി നശിച്ചു. ആലോചിച്ച് നോക്കി, കുടുംബങ്ങൾ നശിച്ചു. അപ്പം ന്യായീകരിക്കണമെങ്കിൽ അന്തസ്സോടുകൂടി നിയമപരമായിട്ട് ബന്ധം ഒഴിവാക്കി പോവുക. അല്ലാതെ ഇമാതിരി നാറിയ പണിയല്ല കാണിക്കേണ്ടത്. താല്പര്യമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. എന്തിനാണ് നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞ് കളഞ്ഞിട്ട് പോവുക, അതാണ് വേണ്ടുന്നത്. പക്ഷേ അതൊന്നുമല്ല. ഇത് വേറൊരു സംഭവം, കഴപ്പെന്ന് പറയും. ഈ പറഞ്ഞിട്ടുള്ള തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇത്. അല്ലാതെ ഇതിനെയൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ശകല കാണിച്ചത് തെറ്റ് തന്നെയാണ്. ശകലാക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ അയാളിൽ നിന്നോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിയമപരമായിട്ട് അത് പോകാമായിരുന്നു. അത് വേണ്ടുന്ന രീതിയിൽ കുടുംബപരമായിട്ട് ഇടപെട്ട് സോൾവ് ചെയ്യായിരുന്നു. പക്ഷേ വിഷയം വേറെയാണ്. ഇപ്പം എല്ലാവരും ഇതൊരു ട്രെൻഡാക്കി വെച്ചേക്കുവാണ്. എന്തെങ്കിലും ഇങ്ങനെ ഒളിച്ചോടിയ സമയത്ത് പിള്ളേരെ എടുത്തുകൊണ്ട് പോയിട്ട് അവസാനം പിള്ളേരെ എടുത്ത് നടുക്കോട്ട് വെച്ചിട്ട് സെൻറ്റിമെൻറ്റ്സ് ഇറക്കി രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊന്നും ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്താലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. നിയമത്തിൻ്റെ വഴിയെ പോയി നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അന്തസ്സോടുകൂടി ബന്ധം ഒഴിഞ്ഞു പോവുക. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോവുക. ഇതിപ്പോൾ പിള്ളേരെ ഭാവിയും പോയില്ലേ. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം, ഞെട്ടിക്കുന്നൊരു പോസ്റ്റാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ ഈ വ്യക്തിയെ നാട്ടിൽ അറിയപ്പെടുന്നത്, ഇപ്പോൾ ശാല പോയില്ലേ, ശാല പോയ അവൻ്റെ പേര് അവനെ അറിയപ്പെടുന്നത് നായ്ക്കാട്ടം റാഫി എന്നാണ്. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ എന്തുമാത്രം നായ്ക്കാട്ടമാണെന്ന്. ആ നാട്ടിൽ തന്നെ ഇവനെ വിളിക്കുന്നത് നായ്ക്കാട്ടം റാഫി എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഷാജി കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ശാലയുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും കൂടുതൽ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ പോസ്റ്റ് നിന്നാണ്. അതുപോലെ ശഹലായൊക്കെ ഈ ടീംസിനെയൊക്കെ പിടിക്കുവാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷാജി ഇക്കൂസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ വന്നേക്കുന്നത് 2 കുടുംബങ്ങളെ തകർത്ത്, ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട്, 2 കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. 2 കുടുംബങ്ങളെ തകർത്ത് ഒരു ഒളിച്ചോട്ടം. മകനെയും സ്വർണവും എടുത്ത് പ്രവാസിയുടെ ഭാര്യ മുങ്ങിയത് 3 കുട്ടികളുടെ പിതാവിനൊപ്പം. നാണമാനം ഉളുപ്പുണ്ടോ ചങ്ങാതിനൊക്കെ? 3 പിള്ളേരില്ലടാ, നാണമുണ്ടോടാ? ഗൾഫിൽ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി പണിയെടുക്കുന്ന ഭർത്താവിനെ ചതിച്ച് 7 വയസ്സുകാരനായ മകനെയും സ്വർണവും എടുത്ത് യുവതി കാമുകനൊപ്പം ഒളിച്ചോടി. ഇച്ചിരിയെങ്കിലും അന്തസ്സുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണവും കുട്ടികളെങ്കിലും അവിടെ വെച്ചിട്ട് പോയേനെ. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനിയായ ഷഹനയാണ് വീടിനടുത്തുള്ള മൊബൈൽ ഷോപ്പ് ഉടമയ്ക്കൊപ്പം നാടുവിട്ടത്. സ്വന്തമായി ഭാര്യയും 3 മക്കളുമുള്ള വ്യക്തിയാണ് ഈ മൊബൈൽ ഷോപ്പ് ഉടമ എന്നതാണ് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ്
ജയ്സലിൻ്റെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥയാണ് നേരിടുന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇനി എന്തിനാണ് അതിനെ പോട്ടെന്ന് വയ്ക്കണം, മാറി വേണം. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ട് പോരാടണം. ആ കുട്ടിയെ സേഫായിട്ട് നിങ്ങളെ കയ്യിലെത്തിക്കാൻ നോക്കണം. വേറെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ പോകുന്ന നമ്മൾ കാണുന്നതാണ് കൂടിപ്പോയ 6 മാസം അല്ലെങ്കിൽ 1 വർഷം. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ. കഴിഞ്ഞ 16-ാം തീയതി രാവിലെ 11 മണിയോടെയാണ് ആ കുട്ടിയുടെ ഭാവിയെങ്കിലും കുട്ടിയുടെ ലൈഫെങ്കിലും സേവ് ചെയ്യണം. 11 മണിയോടെയാണ് ഷാനയെയും കുട്ടിയെയും കാണാതാവുന്നത്. 8 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ജയ്സൽ 2 വർഷം മുമ്പാണ് സൗദിയിലേക്ക് പോയത്. വെറും 2 വർഷം. ആലോചിച്ച് നോക്കി. ഇയാൾ 10 കൊല്ലം അവിടെ പോയി കിടക്കുവാണെങ്കിൽ പറയാം, നാട്ടിലോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണെങ്കിൽ പറയാം, അങ്ങനൊരു റീസൺ. 2 കൊല്ലം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കി. ഫോൺ റീചാർജ് ചെയ്യാനും മറ്റുമായി മൊബൈൽ കടയിൽ പോയിരുന്ന ഷാന അവിടെ വെച്ചാണ് കാമുകനുമായി അടുത്തത്. ഭർത്താവിനെക്കുറിച്ച് കുട്ടിക്ക് തെറ്റായ വിവരങ്ങൾ നൽകി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയ ശേഷമാണ് യുവതി കുട്ടിയെയും കൂട്ടി ഒളിച്ചോടിയെന്നാണ് വിവരം. സംഭവം നടന്ന് 8 ദിവസമായിട്ടും ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മൊബൈൽ നമ്പറും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് എളുപ്പത്തിൽ പിടികൂടാൻ കഴിയുന്ന കേസാണെങ്കിലും ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾ അന്വേഷണം വൈകി. ഇതിനൊക്കെ എന്താണ്? ഇതിനൊക്കെ ആരാണ് ഇതിനൊക്കെ ഉന്നതതലത്തിൽ ഇടപെടുന്നത്? ഇതിനൊക്കെ അപ്പോഴേ ഇതിനൊക്കെ തൂക്കണം. അതാണ് വേണ്ടത്. നമ്മളെ സിസ്റ്റം ഇത്രയും രീതിയിൽ നല്ല സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് കുറ്റം ചെയ്താലും എന്ത് ക്രൈം ചെയ്താലും നിമിഷ നേരം കൊണ്ട് പിടിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതൊക്കെ വെറും നിസ്സാരമായിട്ട് പൊക്കാനേ ഉള്ളൂ. ഓക്കെ, ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുയർത്തുന്നത് 7 വയസ്സുകാരനായ കുട്ടിയുടെ സുരക്ഷയാണ്. സ്വന്തം ചോരയിലുണ്ടായ 3 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും വഴിയിൽ ഉപേക്ഷിച്ച് വന്ന കാമുവിനൊപ്പം ഈ കുട്ടി എത്രത്തോളം സുരക്ഷിതനായിരിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. കറക്റ്റല്ലേ? വളരെ കറക്റ്റാണ്. ഇവൻ്റെ സ്വന്തം ചോരയിലുണ്ടായ 3 മക്കളെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവൻ ഈ ശാലാട് കൂടെ പോയേക്കുന്നത്. അപ്പം ഇവരുടെ കൂടെ പോയേക്കുന്ന ആ കുട്ടി, 7 വയസ്സുള്ള കുട്ടിക്ക് എന്ത് സേഫ്റ്റിയാണ്, എന്ത് ഇതാണ് ഉള്ളതെന്ന് കൂടെ ചിന്തിച്ച് നോക്കിയേ. ഈ 3 പിള്ളേരെ വലിച്ചെറിഞ്ഞ ഇവൻ അവരെയും വലിച്ചെറിയത്തില്ല, ആ കുട്ടിയും വലിച്ചെറിയത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായി വിവാഹമോചനം നേടാമെന്നിരിക്കെ സ്വന്തം രതിസുഖത്തിന് വേണ്ടി പിഞ്ചു കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധമാണ് വരുന്നത്. പ്രതിഷേധിക്കണം. ഇനി ഇങ്ങനെ ഒരു ടീംസും ഉണ്ടാവരുത്. ഇനി ഇങ്ങനെ ആർക്കും കുടുംബങ്ങൾ നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരിലും എത്തണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. കുട്ടിയുടെ സുരക്ഷ മുൻകൂട്ടി പോലീസ് എത്രയും വേഗം പ്രതികളെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് കുറേ ആളുകളിലോട്ട് വീഡിയോ എത്തും. അതുകൊണ്ടാണ് ഞാനിവിടെ അടിയിൽ വന്നൊരു 1-2 കമൻറ്റുകൾ വായിക്കാം. ഇക്കാലത്ത് ബുദ്ധിയുള്ള പെൺപിള്ളേരെക്കാളും കൂടുതൽ ബുദ്ധിയില്ലാത്ത പെൺപിള്ളേർ. ശരിയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ മക്കളെയും ഭാര്യയും പുഷ്പം പോലെ വേണ്ടെന്ന് വെച്ചിട്ട് പെണ്ണിൻ്റെയും മക്കളുടെയും ജീവിതം വഴിയാധാരമാക്കുന്ന ഇവരൊപ്പം ഇറങ്ങി തിരിക്കില്ലല്ലോ. ഭർത്താവിനെ ഒഴിവാക്കി പോകുന്നവർക്കുള്ള ചെറിയൊരു ഉപദേശം: ആദ്യമുള്ള സുഖം സ്വന്തമായാൽ പിന്നെ ഉണ്ടാകില്ല, കുറഞ്ഞു വരും. അതുകൊണ്ട് പോകുമ്പോൾ ചിന്തിച്ചു പൊയ്ക്കോ. ഉള്ള ജീവിതം കയറിൻ തുമ്പത്ത് ആകണ്ട. വളരെ ശരിയാണ്. ഒരു സഹോദരി ഇട്ടൊരു കമൻറ്റാണ്. അപ്പോൾ ഇയാളെ അറിയാമെന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇർഫാൻ ഖാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇട്ടേക്കുന്ന ഈ പോസ്റ്റിൻ്റെ ഇടയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാളെ അറിയാമെന്ന് പറഞ്ഞിട്ടേക്കുന്നു. അറിയും, എൻ്റെ നാട്ടുകാരനാണ്. കോഴിക്കോട് ജില്ലയിലെ മാമശ്ശേരി അടുത്ത് നടമ്മൽ പൊയിൽ എന്ന സ്ഥലത്തുള്ള നായിക്കാട്ടം റാഫിയാണിത്. നായിക്കാട്ടം, ബെസ്റ്റ് പേര്. ഇവനെനിക്ക് തോന്നുന്നു ഇവൻ്റെ സ്വഭാവം കണ്ടിട്ടായിരിക്കും നായിക്കാട്ടം എന്ന് ആളുകൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ, 1-2 വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് എന്തായാലും കോടതി ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ആ പിതാവിന് തന്നെ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയായി മാറും. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ഈ 3 മക്കളെയും ഭാര്യനെയും ഉപേക്ഷിച്ച് പോയവന് അവൻ എന്തായാലും ഈ സ്ത്രീയെയും ഈ കുട്ടീനെയും ഒന്നും സംരക്ഷിക്കാനുള്ള ഒരു ഹെൽപ്പുള്ളവനായിരിക്കില്ല. കാരണം അവന് സ്വന്തം ആ 3 മക്കളെ, ആ മക്കളുടെ മുഖം പോലും ഓർക്കാതെയാണ് ഈ ഒരു സ്ത്രീൻ്റെ ആ ഒരു തൊലിവെളുപ്പും സൗന്ദര്യമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് അവളുമായിട്ട് ഒളിച്ചോടി പോയിരിക്കുന്നത്.
അങ്ങനെയുള്ളവൻ സ്വന്തം മക്കളെ നോക്കാൻ ശേഷിയില്ലാത്തവന് ഈ സ്ത്രീയെ എത്രത്തോളം നോക്കും, ഈ കുട്ടീനെ എത്രത്തോളം നോക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പണമൊക്കെ തീർന്നു കഴിഞ്ഞ് സ്വർണമൊക്കെ നശിച്ചില്ലാതായി കഴിഞ്ഞ് കഴിയുമ്പം ഇവിടെ കറിവേപ്പില പോലെ തന്നെ അതെടുത്ത് പുറത്ത് കളയാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോൾ പിന്നീട് ഇവൾ ചിന്തിക്കുന്ന ആത്മഹത്യ ആയിരിക്കും ഏക ഒരു പോംവഴി. അപ്പോൾ ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിയുടെയും കൂടെ തന്നെ ആ ആത്മഹത്യക്ക് ഇടയാക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവനും ഇവളുടെ കൂട്ടത്തിലുള്ള ഓരോ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത് വലിയ ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് ആ കുട്ടീൻ്റെ പിതാവിൻ്റെ അടുത്ത് തന്നെ കുട്ടീനെ ആക്കണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഓർക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലായി എവിടെയാണ് പോയിരിക്കുന്നതെന്നും ഇനിയിപ്പോൾ ആ മനുഷ്യന് അവളുടെ ആവശ്യം ഇനി അവളെ വേണ്ട. കാരണം തന്നോട് ഇത്രയും വിശ്വാസ വഞ്ചന കാണിച്ച ഒരു സ്ത്രീയാണ് തൻ്റെ ഭാര്യ. താൻ വീടിന് വേണ്ടിയിട്ട് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആ മനുഷ്യൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അതുപോലുള്ള ചൂടത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് 2 കൊല്ലം കൂടി മകനെയും ഭാര്യയും കാണാനുള്ള കൊതിയോടുകൂടി ആഗ്രഹത്തോടും കൂടി അതെ ആ കുട്ടിയെങ്കിലും സേഫായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഹസ്ബൻഡിൻ്റെ കയ്യിൽ എത്തിക്കുക, കൊടുക്കുക, വേറൊന്നുമല്ല. ഇപ്പം ഈ ശകല ഇറങ്ങിപ്പോയിട്ടുള്ളവന് നേരത്തെ പറഞ്ഞതുപോലെ 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളോടൊരു തരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും 3എണ്ണത്തിനോടും വേണ്ട, ഒരെണ്ണത്തിനോടെങ്കിലും എനിക്ക് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഈ പരിപാടി ചെയ്യുമായിരുന്നു. ആ പിള്ളേരെ ഭാവി സമൂഹത്തിന് മുമ്പിൽ അവരിങ്ങനെ തല ഉയർത്തി വളർന്നു വരും. നാലിച്ച് നോക്കിയേ, എന്തൊരു അപമാനമാണ്. ആ പിള്ളേരുടെ ഭാവി തകർത്തില്ലേ. തിരിച്ച് ഇപ്പുറവും അത് തന്നെ. ആ 7 വയസ്സുള്ള ചെറുക്കൻ്റെ കാര്യം, കുട്ടിയുടെ കാര്യം അത് തന്നെ. ഈ പെണ്ണ് അത് ചിന്തിക്കണം. ഇവൻ കളഞ്ഞിട്ട് വരുന്നത് 3 കുട്ടികളെയും അതുപോലൊരു ഭാര്യയുമാണ്. അപ്പം ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ എത്രത്തോളം ആണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിന് ഈ ശകലാക്കം ചിന്തിക്കാനേ ഉള്ളൂ. നാളെ വേറൊരുത്തിയെ കാണുമ്പോഴത്തേക്ക് ഈ ശകലായെ കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ഉറപ്പ് 100% ഉറപ്പിക്കാം, ഉറപ്പായിട്ട് പോവും അല്ലേ? ഇവനൊരു കുടുംബനാഥനാണെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ഫാമിലി മാൻ ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഓക്കെ, ഇനി ബാക്കിയോടെ കേട്ടു നോക്കാം ഈ സഹോദരി പറയുന്നത്. ആ ഭർത്താവ് പരാതി നൽകുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ സ്ത്രീ ഒളിച്ചോടിപ്പോയതായിട്ട് തെളിയുകയും ചെയ്തു. 27 വയസ്സുള്ള ഷെഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയാണ്. ഒപ്പം തന്നെ തൻ്റെ മകനുമായിട്ടാണ് ഈ സ്ത്രീ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൊബൈൽ ഷോപ്പ് കടയിലെ ജീവനക്കാരനാണോ അതോ ആ കടയുടെ ഉടമയാണോ എന്നറിയില്ല, ആ വ്യക്തിയുമായിട്ടാണ് ഒളിച്ചോടിപ്പോയത്. ഈ ഒരു വ്യക്തി 3 കുട്ടികളുടെ പിതാവാണ്. അദ്ദേഹത്തിന് നിലവിൽ ഭാര്യയും ഉള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ജൂലൈ 21 ഭർത്താവ് നാട്ടിൽ എത്തിയപ്പോൾ തൻ്റെ ഭാര്യയെ കാണാനില്ല. ഭർത്താവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ശരിക്കും പ്ലാനിങ്ങോടുകൂടിയാണ് ഈ സ്ത്രീ ഒളിച്ചോടിപ്പോയത്. സ്ത്രീ 13 പവനോളം സ്വർണവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് അവർ ഒളിച്ചോടിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ആസൂത്രിതമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയുള്ള ഒരു ഒളിച്ചോട്ടം ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് അവരോട് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ബസ് കണ്ടക്ടറായ രഞ്ജിഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെ വേറൊരു പുരുഷനുമായിട്ട് ഒന്നിച്ച് താമസിക്കുകയും പിന്നീട് ഈ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് അവർ വിദേശത്ത് പോവുകയും അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു ആളുമായിട്ട് അടുപ്പമാവുകയും പിന്നീട് ഭർത്താവിനെ വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പിന്നീട് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ കുട്ടിയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പരാതി പോവുകയും പിന്നീട് കോടതി ആ കുട്ടീനെ ആ സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതെ, കറക്റ്റ് കാര്യം തന്നെയാണ്. ഇവള് കൊണ്ടുപോയിട്ടുള്ള 13, 10, 7 ഇനി 5, ഞാനൊരു വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോയിൽ 17 കണ്ടെന്ന് പറഞ്ഞു. ഒരാൾ വന്നിട്ട് 17 അല്ലടാ 13 എന്ത് കുന്തമാണെങ്കിലും ഇവളെ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ഇനി ഇവളയിൽ വല്ല പൈസ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ തീരുമ്പോഴത്തേക്ക് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവൻ സ്റ്റാഫാണോ ഇനി അവൻ്റെ ഓണർമാരെന്തായാലും ഈ പരിപാടി ചെയ്യത്തില്ല. അവൻ്റെ കടയും കളഞ്ഞിട്ട് ഒരുത്തേ വിളിച്ചുകൊണ്ട് പോവാണ്. ഇത്രയും ലക്ഷം രൂപയ്ക്ക് ഒരു കട ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഓണർ ഇങ്ങനെ ചെയ്യത്തില്ല, സ്റ്റാഫായിരിക്കും. അപ്പം ഇവനിക്കൊക്കെ തുച്ഛമായിട്ടുള്ള ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിലൊന്നും ഒരു പുണ്ണാക്കും കാണത്തില്ല. അപ്പം ഇവളെ ഉള്ള സ്വർണ്ണവും ഇതിൻ്റെയൊക്കെ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ്
ഇവളെ കരിവേപ്പില വലിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ വലിച്ചെറിഞ്ഞ് കളയും. ലാസ്റ്റ് തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാളെടുത്ത് നാണം കെട്ട് മാനവും പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറി വരും. എന്നെ ഒന്ന് സ്വീകരിക്കാ എന്ന് പറഞ്ഞിട്ട് ഇക്കാടെ പൊന്നു ശകലയില്ലയോ ഇക്ക ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഇങ്ങനെയുള്ള ടീംസിനെ കൊണ്ടല്ലോ സൗദിയുടെ നമ്മൾ GCC രാജ്യങ്ങളിലെ നിയമം അറിയാമല്ലോ. ഇങ്ങനെയൊക്കെ പോകുന്ന ടീംസിനെ ആ ഏരിയയിൽ പിന്നെ ആ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു കളയും. അങ്ങനെയുള്ള നിയമങ്ങളാണ്. ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് പിന്നെ വരാം.